friends, I am Rani. Welcome to my channel Salt and Pepper. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് ഈസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിന ആശംസകൾ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല താറാവ് കറിയും പാലപ്പവുമാണ്. ഇതൊരു കുട്ടനാടൻ സ്പെഷ്യൽ, ഒരു പ്രോപ്പർ കുട്ടനാടൻ സ്പെഷ്യൽ താറാവ് കറിയാണ്. ഞാനൊരു കുട്ടനാട്ടുകാരി ആയിട്ട് തന്നെ ഈ ഒരു താറാവ് കറിയും പാലപ്പവും എനിക്കും സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് താറാവ് കറി, ഈ പ്രോപ്പർ കുട്ടനാടൻ താറാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഇതിന് മെയിൻ ആയിട്ടും വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുരുമുളകും പച്ചമുളകും അതുപോലെ ടൊമാറ്റോയുമാണ്. ജസ്റ്റ് ഒന്ന് ഇൻഗ്രീഡിയൻസിലൂടെ പറഞ്ഞു പോകാം എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ താറാവിനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് ഞാൻ പെപ്പറും ഉപ്പും അതുപോലെ നാരങ്ങാ നീരും തിരുമി വെച്ചേക്കുന്നു. സബോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പില, അപ്പോൾ മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. നമ്മൾ കൂടുതൽ പച്ചമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി മതി. ഓക്കെ, അതും ഇത് പിരിയൻ മുളക് പൊടിയാണ്. അപ്പൊ ഞാൻ 3 ടൊമാറ്റോ പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുക്കിങ്ങിലേക്ക് നന്നായിട്ട് ചൂടായി വന്ന് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും, സബോള, സാൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സബോള പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും. അപ്പൊ നമ്മുടെ സബോളയും ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് മുളക് പൊടി. കുറച്ച് മുളക് പൊടി മതി, കാരണം കൂടുതലും പച്ചമുളക്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട്. നന്നായിട്ടൊന്ന് പച്ചച്ചവ മാറുന്നിടം വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്യൂരി ആക്കി വെച്ചേക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. അവസാനം നമുക്ക് കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർക്കാം, നമ്മുടെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും. നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇറച്ചിയിട്ട് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ച് വേവിക്കാം. പക്ഷേങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് അപ്പത്തിന് വേണ്ടിയാണ്. അപ്പം നമുക്ക് കുറച്ച് ഗ്രേവിയും കൂടെ വേണം. ഈ ഗ്രേവിക്ക് വേണ്ടി ഞാൻ തേങ്ങാപ്പാൽ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 2 വിസിൽ മതിയാവും. ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. ഇത് കുക്കറിലിട്ട് വേവിക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ്, ഇത് ഒന്നല്ലെങ്കിൽ 2 ചെറിയ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല കറിക്ക് നല്ല കുറുക്കം കിട്ടും. ഇത് മാത്രവുമല്ല, കുക്കായി കഴിയുമ്പോൾ പൊട്ടറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഒന്ന് വറുത്തിട്ടൂടെ ചേർക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലാണ്. നമ്മുടെ 2ാം പാല് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് 2 വിസിൽ അടുപ്പിക്കാം. ഇതിലേക്ക് ഞാൻ 2ാം പാലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് വെന്ത് കഴിയുമ്പോൾ ആകെ ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാല്, 1ാം പാലും, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്ക് ടേസ്റ്റിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി. ഇനി മസാല കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മസാലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറി റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം പൊട്ടറ്റോ ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്ത് ഇതിനകത്ത് ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ പാത്രത്തിലേക്ക് തന്നെ ഞാനൊന്ന് പൊട്ടറ്റോ വറുത്തെടുക്കുകയാണ്. പൊട്ടറ്റോ നമുക്ക് കറി വെന്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക്
ഇറച്ചിക്കറിയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. മതി. അപ്പോൾ നമ്മുടെ താറാവ് കറിയും പാലപ്പവും റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാവുന്നതാണ്. ഇന്നേ വരെ താറാവ് കറി ട്രൈ ചെയ്യാത്തവരുണ്ടായിരിക്കും. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾ എപ്പോഴും തന്നെ ഇതുണ്ടാക്കാൻ ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായും എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ ഞാൻ കരുതട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ ഒന്നുകൂടി നേർന്നുകൊള്ളുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.